നമ്മുടെ മമതാ ബാനർജിയുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. തോന്നൽ മാത്രമാണ്. കാരണം കാലം മാറാൻ വലിയ നേരമൊന്നും വേണ്ട. ഏതായാലും ആസ് ഓഫ് നൗ അല്പം കഷ്ടത്തിൽ, അല്പമല്ല നല്ല കഷ്ടത്തിലാണ്. ഒന്ന്, അവരുടെ ആൾക്കാർ തല്ല് മേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേരുടെ ലിസ്റ്റൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്. അതുകൂടാതെ ഒരുപാട് പേര് TMC വിട്ടുപോകുന്നു. തല്ലുകൊണ്ട് അവശ്യ നിലയിലാകും. TMCയുടെ ഒരു സ്ത്രീ MLA ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എന്നെ തല്ലാതെ വിട്ടതിന് BJPക്കാരോട് നന്ദിയുണ്ട്. കാരണം എൻ്റെ പാർട്ടിക്കാർ അവരോട് ചെയ്തോർത്ത് കഴിഞ്ഞാൽ അവരെന്നെ തല്ലേണ്ടതാണ്. പക്ഷേ അവർ ദയാപൂർവം എന്നെ വിട്ടയച്ചു. അതിന് അവരോട് എനിക്ക് നന്ദിയുണ്ട്. സ്ത്രീ MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത്രയ്ക്കാണ് പോസ്റ്റ് പോൾ വയലൻസ് ബംഗാളിൽ നടക്കുന്നത്. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായത്, കൽക്കട്ടയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഈ സിറ്റി വലുതാകുമല്ലോ, ചുമ്മാ ക്യാൻസർ പോലെ ഇങ്ങനെ വലുതായി തോന്നിയ മാസം അങ്ങോട്ടും ഇങ്ങോട്ടും റോഡുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ആൾക്കാർ കയ്യേറുക, കെട്ടിടം പണിയുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു മമതാ ബാനർജിയുടെ കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. TMCക്ക് അതിൻ്റെ കപ്പം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബിൽഡിംഗ് എവിടെ വേണമെങ്കിലും കെട്ടാം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രദേശം, കൽക്കട്ടയുടെ പ്രാന്തപ്രദേശം തിൽജല എന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു 5 നില കെട്ടിടത്തിന് തീ പിടിക്കുന്നു. അങ്ങോട്ട് കയറി ചെല്ലാൻ നിർവാഹമില്ല. ഇടുങ്ങിയ ഗലിയിലൂടെയാണ് അകത്തേക്ക് കയറേണ്ടത്. ഫയർ എഞ്ചിൻ പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒടുവിൽ വഴിയിലുള്ള ബിൽഡിങ് പൊളിച്ച് ഫയർ എഞ്ചിൻ അകത്ത് പോയിട്ട് തീയൊക്കെ കെടുത്തി വന്നപ്പോഴത്തേക്ക് 2 പേര് മരിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രശ്നം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരു ലെതർ ഫാക്ടറിയാണ്. ഇത്ര ഇടുങ്ങിയ റെസിഡൻഷ്യൽ ഏരിയയിൽ ലെതർ ഫാക്ടറി നടക്കുന്നു. നമ്മുടെ നാട്ടിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ കട, ഓഫീസ് അതൊക്കെ നടക്കാറുണ്ട്. കേരളത്തിലുമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും, പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറ് കടകളായിരിക്കും, ഫോട്ടോസ്റ്റാറ്റ്, പിന്നെ ഓഫീസ്, ബാങ്ക്, ഇതുപോലെയൊക്കെ. ഫസ്റ്റ് ഫ്ലോർ മുതൽ മുകളിലേക്ക് റെസിഡൻഷ്യൽ ഏരിയ. അപ്പോൾ ഇതൊക്കെ ശരി, അതിന് പെർമിറ്റൊക്കെ കൊടുത്ത് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ റെസിഡൻസ് മാത്രമായിരിക്കണം. അതിൽ കംപ്ലീറ്റ് ഇയർ മാർക്ക് ചെയ്ത് പ്രത്യേക സെക്ഷനായിരിക്കണം ബിസിനസ്സിനുള്ളത്. അവിടെ ഫാക്ടറികളോ അതൊന്നും പാടില്ല. ചില്ലറ ചെറിയ വർക്ക്ഷോപ്പോ അതുപോലെ ആകാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് റെസിഡൻഷ്യൽ ഏരിയയിൽ ഫാക്ടറി അനുവദിക്കാറില്ല. ഫാക്ടറി ഉള്ള സ്ഥലത്ത് റെസിഡൻസും അനുവദിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക സ്ഥലം മാറ്റിയിട്ട് അവിടെ വ്യവസായമൊക്കെ തുടങ്ങുന്നത്. കാരണം വ്യവസായത്തിൽ നിന്ന് പൊല്യൂഷൻ ഉണ്ടാകാം, അപകടങ്ങളുണ്ടാകാം, എന്തും സംഭവിക്കാമല്ലോ. ഇതൊന്നും ബംഗാളിൽ ബാധകമല്ല. ലെതർ ഫാക്ടറിയാണ്. താഴെ 2 മുറി 3 മുറി മറ്റോ വീട്, മുകളിലെ 4 നില ലെതർ ഫാക്ടറി. ഈ ലെതർ ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം ഉണ്ടായത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് വയറിംഗ് ഒക്കെ നമ്മുടെ ഈ തുണി ഉണക്കാനായിട്ട് അയ കെട്ടുമല്ലോ, അതുപോലത്തെ വയറിങ്ങാണ്. ഓപ്പൺ വയറിങ്. വേറെ PVC പൈപ്പിനകത്തൂടെ എടുക്കുകയോ ഡ്രസ്സ് ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. ചുമ്മാ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൂങ്ങിക്കിടക്കുന്നു. ആവശ്യം വന്നു കഴിയുമ്പോൾ പുറത്ത് പോസ്റ്റിൽ ഇലക്ട്രിക് ലൈനിൽ നിന്ന് നേരെ ലൈൻ എടുത്തിരിക്കുക. മീറ്ററും ഇല്ല, മണ്ണാങ്കട്ടയില്ല. വാട്ടർ കണക്ഷൻ ചുമ്മാ അങ്ങ് എടുത്തിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി പോലെ അവിടെയുള്ള അതോറിറ്റി ആ പൈപ്പിന് ഒരു തുളയിട്ടു, അതിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഇങ്ങോട്ട് എടുത്തു. മീറ്ററും ഇല്ല, മണ്ണാങ്കട്ടയില്ല, ചോദിക്കാൻ ആരുമില്ല. മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് പിന്നെ ചോദിക്കാനേ പാടില്ലല്ലോ. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഫാക്ടറിയിലാണ് തീ 2 പേരും മരിച്ചു. മരിച്ചപ്പോൾ നമ്മളുടെ സുവേന്ദു അധികാരി ഉത്തരവിട്ടു, ബുൾഡോസർ കൊണ്ടുപോയിട്ട് ആ ബിൽഡിംഗ് അങ്ങ് പൊളിച്ചു മാറ്റുക. അനധികൃതമായ ബിൽഡിങ്ങാണ്, രേഖയിൽ ഇങ്ങനൊരു ബിൽഡിങ്ങെ കാണുന്നില്ല, പൊളിക്കിടാതെ. അങ്ങനെ മമതാ ബാനർജിയുടെ സ്ഥലത്തും ബുൾഡോസർ ഇറങ്ങിത്തുടങ്ങി. എനിക്ക് ആ ലക്ഷണപ്പശക് തോന്നിയതാണ് കേട്ടോ. ഈ സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ യോഗി ആദിത്യനാഥ് ഉണ്ടായിരുന്നു. സുവേന്ദു അധികാരി ഇദ്ദേഹത്തെ വന്ന് നമസ്കരിക്കുമ്പോൾ ഇദ്ദേഹം തോളത്തുനിന്ന് ആ കാവി ഉത്തരീയം എടുത്തിട്ട് സുവേന്ദു അധികാരിയുടെ തോളത്ത് ഇട്ടുകൊടുത്തു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു, ഇരിക്കട്ടാ നിനക്കൊരെണ്ണം എന്ന് പറഞ്ഞിട്ടാണ് യോഗി ഇത് ഇട്ട് കൊടുക്കുന്നത്.
സുവേന്ദു സന്തോഷത്തോടെ അത് വാങ്ങുന്നു. ഞാൻ ഏറ്റു ചേട്ടാ. അങ്ങനെ സുവേന്ദു ബുൾഡോസർ അയക്കാൻ തുടങ്ങി. അതിനു മുമ്പ് തന്നെ ബി ജെ പിക്കാർ ബുൾഡോസർ ഉപയോഗിച്ചിരുന്നു കേട്ടോ. അനധികൃതമായിട്ട് TMC ഓഫീസ് എന്ന് പറഞ്ഞ് നിർമ്മിച്ച 2-3 ബിൽഡിംഗ് പൊളിക്കാനായിട്ട് ബുൾഡോസർ അവർ സുവേന്ദുവിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ബുൾഡോസർ ഇറക്കിയിരുന്നു. അത് പക്ഷേ TMCക്ക് പരാതി പറയാൻ നിർവാഹമില്ല. കാരണം ഓപ്പൺ ഗ്രൗണ്ടിൽ കയ്യേറി അവർ കെട്ടിയ കെട്ടിടമാണ്, അത് ഷെഡാണ്. അത് പിന്നെ പോട്ടെ എന്ന് വെച്ചു. ഇതങ്ങനെയല്ല. ഈ ബിൽഡിംഗ് തന്നെ 5 നില കെട്ടിടം ബുൾഡോസർ കൊണ്ട് ഇടിച്ചു. ബുൾഡോസർ കയറി ചെല്ലാൻ സ്ഥലമില്ല. അപ്പോൾ പിന്നെ കയറി ചെല്ലുന്ന വഴിയിലുള്ള ബിൽഡിങ്ങും ഇടിക്കണ്ടേ, അതും ഇടിച്ചു. ഇപ്പം മമതാ ബാനർജി ഓടി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയിട്ട് റിട്ട് പെറ്റീഷൻ, ഇവിടെ അക്രമം കൊണ്ട് നിൽക്കപ്പുറതിയില്ല. ഈ ചേച്ചിയാണ് കഴിഞ്ഞ ദിവസം വരെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ അക്രമം കൊണ്ട് പെണ്ണുങ്ങൾക്ക് വഴിയെ നടക്കാൻ മേലായിരുന്നു, പിടിച്ച് ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ. ആ കക്ഷി ഇപ്പോൾ കോടതിയിൽ പോയിട്ട് അക്രമമാണ്, എന്നെ തല്ലുന്നു, എൻ്റെ ആൾക്കാരെ തല്ലുന്നു. അവരുടെ ആൾക്കാരെന്ന് പറയാൻ ആൾക്കാരില്ലപ്പോൾ ഒരുപാട് പേര് രാജിവെച്ചു, ബാക്കിയുള്ളവർ രാജിവെക്കാൻ നിൽക്കുന്നു. അവസാനം മമത അവരുടെ അടവായ ഷോയൊക്കെ പുറത്തെടുത്തു. അവർ വക്കീൽ വേഷത്തിൽ ഹൈക്കോടതിയിൽ ഹാജരായി. അപ്പോൾ ഫുൾ നെക്ക് ടൈ, ആ 2 വാലുള്ള വെളുത്ത സാധനം, മറ്റേ കോട്ട്, പിന്നെ ഗൗൺ, ഇതൊക്കെ ആയിട്ട് മമതാ ബാനർജി ഹാജരായി, വാദിച്ചു. കോടതി പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞ് അടുത്ത ഡേറ്റിന് വെച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഡൽഹിയിലെ സ്ഥാപനമാണ്, അവരാണ് എല്ലാ വക്കീലന്മാരുടെയും രജിസ്ട്രേഷൻ നമ്പർ, അത് ഇത് ലൈസൻസ്, ഇതെല്ലാം. ഒരു അഡ്വക്കേറ്റ് ആകണമെങ്കിൽ നിങ്ങൾക്ക് ബാർ കൗൺസിലിൻ്റെ അനുവാദം വേണം. അപ്പോൾ ഞാൻ ബാർ കൗൺസിലിൻ്റെ അനുവാദമൊക്കെ ഉണ്ടെങ്കിലും കോടതിയിലൊന്നും പോകാതെ ഇങ്ങനെ ഒളിച്ച് നടക്കുക, അത് വേറെ കേസ്. ഏതായാലും മമതാ ബാനർജി വക്കീൽ വേഷം കെട്ടി ഹൈക്കോടതിയിൽ പോയി. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കൽക്കട്ട ബാർ അസോസിയേഷന് കത്തയച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ സ്ത്രീക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ഉണ്ടോ, അവർക്ക് സന്നദ്ധ ഉണ്ടോ, അതിടയ്ക്ക് വെച്ച് പോയോ, അവർ വരിസംഖ്യ കൊടുക്കാറുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം. അപ്പോൾ അത് വലിയ ബഹളമായി. കാരണം നിങ്ങൾക്ക് വക്കീലാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ നടന്നാൽ പോരാ, അതിനൊരു വാർഷിക വരിസംഖ്യ, അത് ഇതൊക്കെയുണ്ട്. ബാർ കൗൺസിലിൽ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യേണ്ടതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ചെയ്താൽ മതി. അതിൻ്റെ സമയമായി കഴിയുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്. വലിയ തുകയൊന്നുമല്ല, പക്ഷെ അത് ചെയ്യണം. അപ്പോൾ ഇത് വല്ലതും മമതാ ബാനർജി ചെയ്തിട്ടുണ്ടോ? മമതാ ബാനർജി വക്കീലാണ് കേട്ടോ. അവർ ലോ പഠിച്ചിരുന്നു, പാസ്സായിരുന്നു, അതൊക്കെ സത്യമാണ്. അവർ കോൺഗ്രസ്സിലുണ്ടായിരുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ജാമ്യം എടുക്കാനോ പിടിക്കാനോ ഒക്കെ 1-2 തവണ കോടതിയിൽ പോയിട്ടുണ്ട്. അതിനുശേഷം അവർ കോടതിയിൽ പോയിട്ടില്ല, ദീർഘകാലമായി കോടതിയിൽ പോയിട്ടില്ല. അതിനിടയ്ക്ക് മുഖ്യമന്ത്രിയായി ഇറങ്ങി, പിന്നെ കയറി, വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു, വീണ്ടും ജയിച്ചു. ഇതൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഇവരുടെ സന്നദ്ധ മിക്കവാറും പോയി കാണണം എന്നുള്ളതാണ് ബാർ കൗൺസിലിൻ്റെ ധാരണ. അത് വെച്ചിട്ടാണ് അവരിത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് അന്വേഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജി ഒരു ഗുരുതരമായ ചട്ടലംഘനം ഹൈക്കോടതിയിൽ കാണിച്ചു എന്ന് വരും. നിങ്ങൾക്ക് സ്വന്തം കേസിൽ സ്വയം ഹാജരാകാം, പാർട്ടി ഇൻ പേഴ്സൺ എന്ന് പറയും. പക്ഷേ പാർട്ടി ഇൻ പേഴ്സൺ ആയിട്ട് നിങ്ങൾ ഹാജരാകുമ്പോൾ നിങ്ങൾ വക്കീലാണെങ്കിൽ വക്കീൽ വേഷത്തിൽ ഹാജരാകാൻ പാടില്ല. ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഒരു പെറ്റീഷൻ കൊടുത്തു എന്ന് വയ്ക്കുക ഹൈക്കോടതിയിൽ, ഞാൻ തന്നെ എൻ്റെ വക്കീൽ, കുഴപ്പമില്ല, അതിനൊന്നും തടസ്സമില്ല. പക്ഷെ ഞാൻ വക്കീൽ വേഷത്തിൽ, പൂർണ്ണ വക്കീൽ വേഷത്തിൽ ഹാജരാവരുത്. അപ്പോൾ എന്നെപ്പോലുള്ളവരെന്താ ചെയ്യുക, സ്വന്തം കേസിൽ ഹാജരാണെങ്കിൽ ഞാനൊരിക്കലും ഹാജരായിരുന്നു. ഞാൻ സീനിയർ വക്കീലന്മാരോട് ചോദിച്ചു ഏത് വേഷത്തിൽ ഹാജരാവണം. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഏറ്റവും പുറത്തുള്ള ഈ ഗൗൺ പാടില്ല, കോട്ട് ആവാം, നെക്ക് ടൈ പാടില്ല, കഴുത്തിലിങ്ങനെ ആ 2 വെളുത്ത സ്ട്രൈപ്സ് അത് പാടില്ല, വെളുത്ത ഷർട്ട്, കറുത്ത കോട്ട്, പാൻറ്റൊക്കെ ആയിട്ട് സാധാരണ വേഷത്തിൽ നിങ്ങൾക്ക് ഹാജരാവാം. അപ്പോൾ അങ്ങനെ ഞാൻ ഹാജരായി. ഞാൻ എൻ്റെ കേസ് വാദിച്ചു, നല്ല സുഖസുന്ദരമായിട്ട് തോറ്റു. ഇതൊക്കെ എൻ്റെ ചരിത്രം ഇരിക്കട്ടെ. അപ്പോൾ മമതാ ബാനർജി ആണെങ്കിലും ഞാനാണെങ്കിലും വക്കീലാണ്, ചട്ടം ഒന്ന് തന്നെയാണ്. അപ്പം മമതാ ബാനർജിക്കും അവർ കൊടുത്ത ഹർജിയിൽ അവർക്ക് അപ്പിയർ ചെയ്യാം കോടതിയിൽ, ഒരു തെറ്റുമില്ല. പക്ഷെ ഞാൻ ചെയ്ത പോലെ ചെയ്യണം, മനസ്സിലായ? ആ വേഷം ഒന്ന് കുറയ്ക്കണം, മുഴുവൻ മാറ്റണ്ട, പക്ഷെ ഒന്ന് കുറയ്ക്കണം.
ഞാൻ മുതിർന്നവരോട് ചോദിച്ച് ഈ കാര്യം മനസ്സിലാക്കിയതിൻ്റെ ചട്ടം മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തു. ഇതൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. പല കോടതികളിലും പല രീതിയിലാണ്. ചില സ്ഥലത്ത് കോട്ട് ഈ ഓവർ കോട്ട് വേണമെങ്കിലാവാം, നെക്ക് ടൈ വേണ്ട എന്നാണ്. ചില സ്ഥലത്ത് ഇത് രണ്ടും പാടില്ല. ഇങ്ങനെയൊക്കെ ഓരോ കോടതിയുടെ ചട്ടം പോലെ. എന്ത് വായിക്കോട്ടെ, പ്രധാനം നിങ്ങൾക്ക് വക്കാലത്തുണ്ടായിരിക്കണം. നിങ്ങൾ വക്കീലാണെന്ന് അവകാശപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഹർജിയിൽ പറയുകയാണ് ഞാൻ അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തത്തോടെ പറയാൻ കഴിയണം. നിങ്ങൾ അഡ്വക്കേറ്റ് ആ സമയത്ത് നിങ്ങൾ ഒപ്പിടുന്ന സമയത്ത് നിങ്ങൾ എൻറോൾമെൻറ്റ് രജിസ്റ്ററിൽ ക്യാൻസൽ ആവാതെ നിൽക്കുന്ന ഒരു വക്കീലായിരിക്കണം. ഞാൻ കഴിഞ്ഞ വർഷം വരെ ആയിരുന്നു, ഈ വർഷം പുതുക്കിയില്ല എന്ന് പറഞ്ഞാൽ പോയി. അത് വ്യാജപ്രസ്താവനയായിട്ട് കോടതി കരുതും. അപ്പോൾ കോടതിയെ വളരെ നിസ്സാരമായിട്ടാണ് മമതാ ബാനർജി കാണുന്നത് എന്ന് മറ്റ് വക്കീലന്മാർ സംശയിക്കുന്നത്. സംശയം മാത്രമാണ് കേട്ടോ. മമതാ ബാനർജി ഇത് ചെയ്യുന്നത് അവർക്ക് വക്കീലില്ലാഞ്ഞിട്ടൊന്നുമല്ല, വെറുതെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ സുപ്രീം കോടതിയിലും SIR കേസിൽ അവർ പോയി 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 20 മിനിറ്റ് വാദിക്കുകയൊക്കെ ചെയ്തതാണല്ലോ. അതന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കട്ടെ എന്ന് വിചാരിച്ച് അവർ ചെയ്തതാണ്. സുപ്രീം കോടതി അത് അലവ് ചെയ്തു. ശരി, വാദിച്ചോളാൻ പറഞ്ഞു. 4-5 വക്കീലന്മാർ വേറെയുണ്ട്, കപിൽ സിബലുണ്ട്, അഭിഷേക് മനു സിംഗ്വിയുണ്ട്, ഒക്കെ ഉണ്ടായിട്ടും ഇവർ പോയി തന്നെത്താനെ വാദിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള മട്ടിൽ ഇവർ വാദിച്ചു. അതുപോലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കാണിച്ച പ്രകടനവും. ആ പ്രകടനം ഒന്ന് പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് തല്ല് കിട്ടി, ഇവരുടെ ബിൽഡിങ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്, ബുൾഡോസർ രാജ് അനുവദിക്കില്ല എന്നൊക്കെ നേരത്തെയുള്ള ജസ്റ്റിസ് BR ഗവായ് അദ്ദേഹം പറഞ്ഞിരുന്നു. ശരിയാണ്, പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവുമുണ്ട്. ആ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? അനധികൃത കെട്ടിടങ്ങൾ ഒഴിച്ച് ബാക്കി കെട്ടിടങ്ങൾ പൊളിക്കാനായിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് ബുൾഡോസർ ഉപയോഗിക്കരുത്. നോട്ടീസ് കൊടുക്കുക, മറ്റ് നടപടി കൊടുക്കുക, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടേ പിന്നെ പൊളിക്കാവുള്ളൂ. അനധികൃത കെട്ടിടങ്ങളാണോ അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പൊളിക്കാം. അതുകൊണ്ടാണ് യോഗിയെ ബുൾഡോസർ ബാബ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒരൊറ്റ ബുൾഡോസർ കേസിൽ യോഗിയെ കുരുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം യോഗി പൊളിച്ചതെല്ലാം തന്നെ അനധികൃത കെട്ടിടങ്ങളാണ്. അനധികൃത കെട്ടിടങ്ങൾക്ക് 50 വർഷം പഴക്കമുണ്ടെന്ന് വിചാരിച്ചിട്ട് പൊളിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഇപ്പം ഇവരുടെ ആർഗ്യുമെൻ്റ് എന്താ വെച്ചാൽ ഞാൻ 50 വർഷം ഇവിടെ താമസിക്കുന്നു, 50 ആയിക്കോട്ടെ 60 ആയിക്കോട്ടെ, ഇത് അനധികൃതമായ കെട്ടിടമാണ്. 50 വർഷമായിട്ട് താൻ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനായിട്ട് താൻ കയ്യേറ്റക്കാരനാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇറങ്ങടോ പുറത്ത് എന്ന് പറഞ്ഞിട്ട് യോഗി അത് പൊളിക്കും. ഇത് തന്നെയാണ് സുവേന്ദു അധികാരി ബംഗാളിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ബംഗാളിലെ അനധികൃതമായ ബിൽഡിങ്സിൻ്റെ എല്ലാം ലിസ്റ്റ് എടുക്ക്, ഓരോന്നോരോന്നായിട്ട് ഒരറ്റം മുതൽ അങ്ങ് പൊളിച്ച് തുടങ്ങിക്കോടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് സുവേന്ദു അധികാരി മമതാ ബാനർജിയെ നേരിടുന്നു. നോക്കണേ, കുറച്ച് നാൾ മുമ്പ് ഇതേ സുവേന്ദു അധികാരി മമതാ ബാനർജിയുടെ കൂടെയായിരുന്നു. മമത സുവേന്ദു എന്ന് വിളിച്ചാൽ എന്താ ചേച്ചി എന്ന് ചോദിച്ച് ഓടി വരുമായിരുന്നു സുവേന്ദു. ആ സുവേന്ദുവിന് പോലും ആ പാർട്ടിയിൽ നിക്കക്കളിയില്ലാതെ അത്രയധികം അടിയും തടയും ഏകദേശം പഠിച്ച മനുഷ്യനാണ് സുവേന്ദു അധികാരി. പക്ഷേ അയാൾക്ക് പോലും നിക്കപ്രതിയില്ലാതെ BJPയിലേക്ക് ചാടേണ്ടി വന്നു. BJPയിൽ പിന്നെ മെല്ലെ പ്രവർത്തിച്ച് മുൻനിരയിലെത്തി. അങ്ങനെയൊക്കെയാണ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകുന്നത്. അതുകൊണ്ട് മമതാ ബാനർജി എന്തെല്ലാം ടെക്നിക്ക് ഇറക്കും എന്ന് സുവേന്ദു അധികാരിക്ക് അറിയാം. കാരണം ഒരിക്കൽ ഇതിൻ്റെ പാർട്ടായിരുന്നല്ലോ അദ്ദേഹം. അതുകൊണ്ട് ചേച്ചിയുടെ കയ്യിൽ എന്തൊക്കെ നമ്പറുകളുണ്ട് എന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. ഏതായാലും ബുൾഡോസർ ബാബ എന്ന യോഗി ആദിത്യനാഥിന് ശേഷം ബുൾഡോസർ അധികാരി എന്ന് പറഞ്ഞ് പുതിയ ഒരാൾ ബംഗാളിൽ ഇറങ്ങിയിരിക്കുന്നു. ബംഗാൾ നിരപ്പാക്കി ശാന്തിയും സമാധാനവും നിലവിൽ വന്നു കഴിഞ്ഞിട്ടേ വിശ്രമമുള്ളൂ എന്നാണ് സുവേന്ദു അധികാരിയുടെ നിലപാട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു.